പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരാമർശം അത് CPM തന്നെയാണ് പദവി എന്താണ് മുന്നണിയിൽ കൃത്യമായ ചർച്ചകൾ നടക്കുമ്പോഴാണ് പരസ്യ പ്രതികരണം നടത്തിയത്. പല നേതാക്കൾ ഇതിലൂടെ തന്നെ വിമർശനമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് ചേച്ചിയുടെ നിലപാട് എന്താണ്? അല്ല, ഇത് ചേച്ചിയുടെ നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ നിലപാടല്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ പാർട്ടിയുടെ നിലപാട് CPIക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇടതുമുന്നണിയിലും അതുപോലെ പിന്നെ CPIMൻ്റെ കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം, കേരളത്തിലെ CPIയുടെ സംസ്ഥാന നേതൃത്വം CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ആ വിഷയം ചർച്ചയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇതിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതിൽ മാധ്യമത്തിൻ്റെ പങ്കെന്താണെന്ന്, മാധ്യമങ്ങളുടെ പങ്കെന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിരവധി വിഷയങ്ങൾ അവിടെ പുതിയ ഗവൺമെൻറ് വന്ന ആ ഗവൺമെൻറ് വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ അവരെ അത്ര വലിയൊരു ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നുവെങ്കിലും പക്ഷേ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്ത്രീകളെ അടക്കം എങ്ങനെയാണ് അപഹസിച്ചത്, പരിഹസിച്ചത്. ഒരു മന്ത്രി എന്ന് കണ്ടാണ് എല്ലാവർക്കും ഫ്രീ എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്രയെന്ന് പറഞ്ഞിട്ട് അവസാനം സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെ അപമാനിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഇപ്പോഴുണ്ട്. അതിനെതിരായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുഴുവൻ ശ്രദ്ധ ഇത് സംസ്ഥാന സർക്കാരിനെ ഒരു വിധത്തിൽ അവർ വലിയ സന്തോഷിക്കുകയാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ജനകീയ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെ ആ വിഷയത്തിൽ നിലപാടെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 100 ദിവസമായിട്ടും ഇപ്പോൾ ഉപനേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു അത് ഞാൻ പറഞ്ഞല്ലോ. അത് കേന്ദ്ര നേതൃത്വങ്ങളും CPIയുടെയും CPMൻ്റെയും കേന്ദ്ര നേതൃത്വങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ CPIയുടെയും CPMൻ്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് അതത് തലങ്ങളിൽ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ച നടത്തുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ ആഭ്യന്തര കാര്യം എന്ന് പറയുമ്പോഴേ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ നേതാക്കന്മാരെല്ലാം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടാണ് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നു ഞാനൊരു കത്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. സ്ഥാനത്തിൽ ഇരിക്കുന്ന കസേരയുടെ ബഹുമാനം കാട്ടണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോഴേ ആ മുന്നണിക്കുള്ളിലൊരു വിടവുണ്ട് എന്നല്ലേ പൊതുമധ്യത്തിൽ അത് യഥാർത്ഥത്തിൽ കൊടുക്കുന്നൊരു സന്ദേശം? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എന്താ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാനിത് സ്വകാര്യമാണെന്നോ അല്ല, ഇത് പരസ്യമായിട്ടുള്ള കാര്യമാണ്. പൊതുജനങ്ങളുടെ ശ്രദ്ധയിലുള്ള പൊതുജന മധ്യത്തിലുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ CPI എൻ്റെ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ CPI ഈ വിഷയം CPIMൻ്റെ കേന്ദ്ര നേതൃത്വമായി സംസാരിച്ചിട്ടുണ്ട്. അത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിലും അത് തന്നെയാണ് സ്ഥിതിയുള്ളത്. അപ്പം അത്തരത്തിലൊരു ആ രീതിയിൽ അതിനെ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. പാർട്ടിയുടെ നിലപാട് ഇതാണ്. ഇത് പരിഗണനയിൽ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒക്കെ പരിഗണനയിലുള്ള വിഷയമാണ്. അത് ആ രീതിയിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കുമെന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാലും ഈ പദവി വിട്ടുകഴിയാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് CPM ഉറച്ചു നിൽക്കുന്നത്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയും ഇപ്പോൾ രാവിലെ വരെയുള്ള എൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കൂട്ടരുടെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പരിഗണനയിലുള്ള വിഷയമാണ്. അവരത് ചർച്ച ചെയ്തുകൊണ്ട് അതെങ്ങനെ ഏത് രീതിയിൽ പരിഹരിക്കാമെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ പരിഗണനയിലുള്ളതാണ്. അതല്ലാതെ ഇത് അവിടെ സംസാരിച്ച് പരിഗണിച്ച് അതിനൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. അപ്പോൾ ആ തീരുമാനം, ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത്രമാത്രമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഐക്യത്തെ തകർക്കില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ നീണ്ടുപോകുന്നതും പ്രശ്നമായി ചർച്ച എല്ലാവരും പരസ്യ പ്രതികരണം നടത്തുന്നതൊക്കെ ഐക്യത്തെ ബാധിക്കില്ലേ? ഈ പറഞ്ഞ പോലെ സർക്കാരിനെതിരായ പോരാട്ടത്തെയൊക്കെ അത് ബാധിക്കില്ലേ പറഞ്ഞു വരുമ്പോൾ? അല്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് അല്ലെങ്കിൽ അതങ്ങനെ വന്നാൽ അല്ലെങ്കിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഈ വിഷയം എന്താണ്? ആ വിഷയത്തിൽ എനിക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ
ഇത് CPIയുടെയും CPMൻ്റെയും സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ നേതൃത്വങ്ങൾ അവർ ഈ കാര്യങ്ങളെല്ലാം വളരെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ വളരെ നന്നായി ബോധ്യമുള്ള പാർട്ടി നേതൃത്വമാണുള്ളത്. ആ പാർട്ടി നേതൃത്വങ്ങൾ ഇതിനൊരു ഈ വിഷയം പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും.